ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എല്ലാം ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സേമിയ ഉപ്മാവിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ കുറച്ച് നാളുമ്പോൾ ഒരു സേമിയ ഉപ്മാവിൻ്റെ റെസിപ്പി ഇട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത് അതിൽ നല്ല വ്യത്യാസമായിട്ട് നമ്മൾ ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് സേമിയ ഉപ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് സേമിയാണ്. 250 ml കപ്പിന് 1 കപ്പ് സേമിയ നമുക്ക് പല സൈസിലുള്ളതും വാങ്ങാൻ കിട്ടും. കനം കൂടിയതും കനം കുറഞ്ഞതും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ സൈസിലുള്ള സേമിയാണ്. നമുക്ക് ഉപ്പുമാ സേമിയ എന്നും പറഞ്ഞ് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന സേമിയാണിത്. ഇനി വേണ്ടത് ഒരു മീഡിയം സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 2 ഉണക്കമുളക് 2ആയിട്ട് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 10 കശുവണ്ടി 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആവശ്യമായ സേമിയ ആദ്യം നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നെയ്യ് ചൂടായി വരുമ്പോഴേക്ക് 1 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കണം. സേമിയ ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി. സേമിയ ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 4 മിനിറ്റ് ഒന്ന് നല്ലപോലെ വറുത്തെടുക്കണം. സേമിയക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം, എന്നാൽ കൂടുതൽ കരിഞ്ഞും പോകരുത്. സേമിയ ഇപ്പോൾ ഒരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 3.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നമ്മൾ സേമിയ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളം കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ സേമിയ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കണം. ഇവ ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. സേമിയ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 3-4 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു സേമിയ കയ്യിലെടുത്ത് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണം. കുക്കായിട്ടില്ലെങ്കിൽ പാകത്തിന് കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഊറ്റി വെക്കാം. സേമിയ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഊറ്റി വെക്കാം. അപ്പോൾ സേമിയ ഒട്ടും പശപ്പില്ലാതെ കിട്ടും. ഇപ്പോൾ സേമിയ എല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. സേമിയ ഒന്ന് കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടാകുമ്പോഴേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോഴേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് പൊട്ടിക്കാം. കടുകും ജീരകവും പൊട്ടി വരുമ്പോഴേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് 2 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കണം. കശുവണ്ടി ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കാം. കശുവണ്ടിയും പരിപ്പും എല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റി കൊടുക്കണം. ഇതിൽ കപ്പലണ്ടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ കപ്പലണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. നിങ്ങളുടെ കയ്യിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം. പരിപ്പും കശുവണ്ടിയെല്ലാം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 ഉണക്കമുളക് 2ആയിട്ട് കട്ട് ചെയ്തതും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇവ ചേർത്ത് 2 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരൊന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കണം. സവാള എല്ലാം ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി ചേർക്കുകയാണെങ്കിൽ തന്നെ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. 2 നുള്ളു മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഇവ ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രോസൺ വെജിറ്റബിൾസ് ആണ്. ഫ്രോസൺ വെജിറ്റബിൾസിന്റെ പകരമായിട്ട് ഫ്രഷ് വെജിറ്റബിൾസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഫ്രോസൺ വെജിറ്റബിൾസിൽ ക്യാരറ്റ്, ബീൻസ്, കോണ്, ഗ്രീൻ പീസാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സേമിയ വേവിച്ചപ്പോഴത്തേക്ക് ഉപ്പുപൊടി ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ കൂടിപ്പോകാതെ നോക്കണം. ഉപ്പുപൊടി ചേർത്ത് കഴിഞ്ഞ് വീണ്ടും 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി പാനിന്ന് മൂടി വെച്ച് 2-3 മിനിറ്റ് കുക്ക് ചെയ്യാം. 2-3 മിനിറ്റ് കഴിഞ്ഞ് പാൻ്റെ മൂടി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഇവ ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം.
ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയയും കൂടി ചേർത്ത് കൊടുക്കണം. സേമിയ ചേർത്ത് കഴിഞ്ഞ് സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാത്രമുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. അവസാനം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തത് മാറ്റി വെക്കാം. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുമായി നമ്മുടെ സേമിയ ഉപ്പുമാ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.